സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും അഡ്വാൻസ് ഓണാശംസകൾ. നാളെ തിരുവോണം. ഐശ്വര്യത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. മറ്റൊന്ന്, നമ്മുടെ മഹാബലി തമ്പുരാൻ അല്പം കൺഫ്യൂഷനിലാണ്. അങ്ങേർക്ക് ആദ്യം ലാൻഡ് ചെയ്യേണ്ടത് കന്യാകുമാരി ജില്ലയിലാണോ എന്നൊരു സംശയം. കാരണം കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ഓണാഘോഷത്തിൻ്റെ ആ ഒരു ഉച്ചസ്ഥായി അനുഭവപ്പെടുന്നത് കന്യാകുമാരി ജില്ലയിലാണോ എന്ന് അങ്ങേർക്കൊരു കൺഫ്യൂഷൻ എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇത്തവണ ആദ്യം കന്യാകുമാരി ജില്ലയിൽ തന്നെ ലാൻഡ് ചെയ്താലോ എന്ന് അദ്ദേഹം തീരുമാനമെടുത്തതായും ആലോചനയിലാണെന്നുമൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് ഇവിടെ ക്ലബ്ബുകളെ കേന്ദ്രീകരിച്ചും മറ്റ് സാംസ്കാരിക ഇടങ്ങളെ കേന്ദ്രീകരിച്ചുമൊക്കെ വളരെ വിപുലമായി തന്നെ ഓണാഘോഷ പരിപാടികൾ ഇത്തവണ സജീവമായി തന്നെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൂടെയായ ശ്രീ കുഴുത്തറ ആർ ജയമോഹൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതായത് കുഴുത്തറ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ബ്രദേഴ്സ് എന്നൊരു സംഘടന വർഷങ്ങളായി ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. ഇത്തവണ വളരെ വിപുലമായി തന്നെ അവർ ഓണാഘോഷം, ഓണഊഞ്ഞാൽ തുടങ്ങിയവ സംഘടിപ്പിക്കുകയാണ്. ഒപ്പം വിഭവസമൃദ്ധമായൊരു ഓണ സദ്യയും. ആ വീഡിയോയിലെ വിശദാംശങ്ങളൊക്കെ നിങ്ങളും കണ്ടിരിക്കും. അപ്പോൾ കന്യാകുമാരി ജില്ലയുടെ മറ്റ് പല പ്രദേശങ്ങളിലും ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ, അല്ലെങ്കിൽ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇമാതിരി എല്ലാ ഇടങ്ങളെ കേന്ദ്രീകരിച്ചും ഓണാഘോഷം അവരവരുടേതായ കാഴ്ചപ്പാടും രീതികളും അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ക്ലൈമാക്സ് തിരുവോണ ദിവസമായ നാളെയാണ്. നാളെ രാവിലെ മിക്ക ക്ലബ്ബുകളും മറ്റും പല പരിപാടികളും കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് പല പരിപാടികളും ഏർപ്പാട് ചെയ്തതായി കേൾക്കുന്നു. അത് നമുക്കൊക്കെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യം ഒരു സംശയം പ്രകടിപ്പിച്ചത്. മഹാബലി തമ്പുരാന് ആദ്യം ലാൻഡ് ചെയ്യേണ്ട ഇടം കേരളമാണോ അതോ കന്യാകുമാരി ജില്ലയിൽ ലാൻഡ് ചെയ്തിട്ട് കേരളത്തിലേക്ക് ഇത്തവണ ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നാലോ എന്ന് പോലും അദ്ദേഹം ആലോചിക്കുന്നതായി കേൾക്കുന്നു. അപ്പോൾ ഏതായാലും ഓണാഘോഷം കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞതുപോലെ അതിവിപുലമാണ്. ഉത്സാഹ തിമിർപ്പിൻ്റെ നിമിഷങ്ങളാണ്. പിന്നെ മറ്റൊരു അനുബന്ധ വിഷയം കൂടെ പറയുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഈയിടെ തങ്കലാൻ എന്ന സിനിമ ഹരിഹരൻ കണ്ടുവോ, അതിനെക്കുറിച്ചൊരു ഹരിഹരൻ്റേതായ അഭിപ്രായം രേഖപ്പെടുത്താമല്ലോ എന്ന് സ്നേഹപൂർവം എന്നോട് വാട്സാപ്പിൽ ചോദിക്കുകയുണ്ടായി. ഈ സുഹൃത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും സിനിമാ സാഹിത്യ പ്രേമിയും കലാകാരനും കലാ ആസ്വാദകനുമൊക്കെയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാനൊരു വലിയ ചലച്ചിത്ര നിരൂപകനോ അറിയപ്പെടുന്ന നിരീക്ഷകനോ അല്ലെങ്കിൽ സിനിമാ സംബന്ധിയായി വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിയോ അല്ല. എൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ച് എൻ്റെ സിനിമ വർഷങ്ങളായുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സിനിമ എൻ്റേതായ എളിയ നിരീക്ഷണങ്ങളും താല്പര്യങ്ങളുമൊക്കെ അയാൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ടാണ് ആ ഒരു
ആവശ്യം ഉന്നയിച്ചത്. ഞാൻ ആ തങ്കലാൻ എന്ന സിനിമ കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ ട്രെയിലർ, ടീസർ കാണുകയുണ്ടായി. ചില ദൃശ്യങ്ങളൊക്കെ അതിൻ്റെ ടേക്കിംഗ് ഒക്കെ കാച്ചിങ് ആയി തോന്നി. കൂടുതൽ പറയാൻ സിനിമ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തമിഴിനെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റ് ഇന്ത്യൻ ഭാഷകളെ അപേക്ഷിച്ച് കഴിവുള്ള എഴുത്തുകാരും സംവിധായകരും സാങ്കേതിക പ്രവർത്തകരുമൊക്കെയുള്ള രംഗമാണ് തമിഴ് ചലച്ചിത്ര രംഗം. ഇപ്പോൾ മികച്ച സംവിധായകർ ധാരാളം പേരുണ്ട്. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഭേദപ്പെട്ട ചിത്രങ്ങളെടുത്ത കെ ബാലചന്ദർ, ഭാരതി രാജ, പിന്നെ മഹേന്ദ്രൻ പ്രത്യേകം തൻ്റേതായ ഒരു സ്റ്റാമ്പ് പതിപ്പിച്ചൊരു വ്യക്തിയാണ് സംവിധായകൻ മഹേന്ദ്രൻ. പിന്നെ അടുത്തിടെയല്ല, ഏതാനും വർഷങ്ങളായി ഒരു ഫിലിം ഫെസ്റ്റിവലില് ജ്ഞാന രാജശേഖരൻ IAS എന്ന കലാകാരൻ്റെ ഒരു സിനിമ ഭാരതി, സുബ്രഹ്മണ്യ ഭാരതി അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദർഭങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ചിത്രം കാണുകയുണ്ടായി. ഇങ്ങനെ ധാരാളം സംവിധായകര്, മികച്ച ടെക്നീഷ്യന്മാരൊക്കെ തമിഴ് സിനിമ മേഖലയിലുണ്ട്. കച്ചവടം മാത്രം ലാക്കാക്കി സിനിമാ നിർവഹണം നടത്തുന്നവരും തമിഴിലുണ്ട്. എല്ലാ ഭാഷയിലും, അത് ലോകഭാഷയിലൊക്കെ അത് ഉള്ള വിഷയം തന്നെയാണ്. പക്ഷേ തമിഴിൽ ധാരാളം കലാകാരന്മാരുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ താല്പര്യപൂർവ്വം നോക്കിക്കാണുന്ന ശങ്കർ പോലും മികച്ചൊരു സംവിധായകനാണ്. ഇന്ത്യൻ 2 അദ്ദേഹത്തിന് എന്തോ പാളിച്ച പറ്റി എന്ന് കേൾക്കുന്നു. ആ ചിത്രവും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും തമിഴ് സിനിമ ലോകത്ത് നല്ല സൃഷ്ടികൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും, അത് തീർച്ചയാണ്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വീണ്ടും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.